നമസ്കാരം. കുവൈറ്റിലെ വാർത്തകളും വിശേഷങ്ങളും പങ്കുവയ്ക്കുന്ന വേദിയായ കുവൈറ്റ് ജനം ആരംഭിക്കുകയാണ്. എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. നിശാസ്വപ്നങ്ങൾ പലപ്പോഴും പ്രകാശമേറിയ യാഥാർത്ഥ്യങ്ങളാകുന്നു. കുവൈറ്റിലെ ഒരു ബാങ്ക് ജീവനക്കാരനായി പ്രവാസ ജീവിതം ആരംഭിച്ച രാമചന്ദ്ര മേനോൻ പിന്നീട് വിദ്യാലയങ്ങൾ സ്ഥാപിച്ച് ഗൾഫ് മേഖലയിലെ വിദ്യാഭ്യാസ രംഗത്തെ മുഖ്യ ശക്തിയായി മാറുന്നു. 5 പതിറ്റാണ്ടുകൾ പിന്നിടുന്ന പ്രവാസ ജീവിതയാത്രയിൽ കുവൈറ്റിലും മറ്റ് ഗൾഫ് രാജ്യങ്ങളിലുമായി ഇന്ത്യയുടെ മൂല്യബോധമടങ്ങിയ വിദ്യാഭ്യാസം പ്രചരിപ്പിക്കുന്നതിൽ അദ്ദേഹം നിർണായക പങ്ക് വഹിക്കുന്നു. രാമചന്ദ്ര മേനോൻ ഇന്ന് ഗൾഫ് മേഖലയിലെ ഇന്ത്യൻ വിദ്യാഭ്യാസ രംഗത്തെ ഒരു ശക്തിപൂർണമായ ശബ്ദം. ജീവിതം ഒരു ദൗത്യമായി കാണുന്നവർക്ക് പ്രവാസം വെറും തൊഴിൽ വേട്ടയല്ല, അത് മാറ്റങ്ങൾ സൃഷ്ടിക്കുവാനുള്ള ഒരു അവസരമാണ്. രാമചന്ദ്ര മേനോൻ തെളിയിക്കുന്നത് അതാണ്. വ്യക്തിഗത സൗകര്യങ്ങൾക്കപ്പുറം സമൂഹത്തിനായി ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുമ്പോഴാണ് ഒരു വ്യക്തിയുടെ യാത്ര ചരിത്രമായി മാറുന്നത്. ഭാരതീയ വിദ്യാഭവൻ സ്കൂളുകളിലൂടെ ഇന്ത്യൻ മൂല്യബോധവും വിദ്യാഭ്യാസത്തിൻ്റെ അസ്തിത്വ സത്തയും ഗൾഫ് മേഖലയിലേക്ക് കൊണ്ടുവന്ന അദ്ദേഹത്തിൻ്റെ 50 വർഷത്തെ സേവനയാത്ര ഇന്നും നൂറുകണക്കിന് കുടുംബങ്ങൾക്ക് ആത്മവിശ്വാസവും ഭാവിയിലേക്കുള്ള ദിശയും നൽകുന്നു. മാറ്റത്തിൻ്റെ അഗ്രഭാഗത്ത് നിന്നുകൊണ്ട് നിസ്വാർത്ഥമായ ശുശ്രൂഷയിലൂടെ സമൂഹത്തെ രൂപപ്പെടുത്തുന്ന ഒരാളുടെ മാതൃകാസ്പദമായ കഥയാണിത്. വിദ്യാഭ്യാസത്തിൻ്റെ കാതിരിയായ ഒരു പ്രവാസിയുടെ പ്രതിബദ്ധതയുടെ കഥ. നീണ്ടകാലത്തെ കുവൈറ്റിലെ ബാങ്കിംഗ് മേഖലയിലെ ജീവിതത്തിൽ നിന്നും വഴിമാറി 2006 രാമചന്ദ്ര മേനോൻ ഭാരതീയ വിദ്യാഭവൻ സ്ഥാപിക്കുന്നത്. ഭാരതീയ മൂല്യങ്ങൾ നിലനിർത്തിക്കൊണ്ടുള്ള ഗൾഫ് മേഖലയിലെ തന്നെ ആദ്യത്തെ ഡേ ബോർഡിംഗ് സ്കൂളായിരുന്നു ഭാരതീയ വിദ്യാഭവൻ ഇന്ത്യൻ എഡ്യൂക്കേഷൻ സ്കൂൾ. ആദ്യത്തെ ഡേ ബോർഡിംഗ് സ്കൂളായിരുന്നു നമ്മുടെ. 7 മണി വരെ 3:30 മണി വരെയും കുട്ടികൾ സ്കൂളിലുണ്ടാവും. മിനിമം ബുക്സ് മാത്രമേ കുട്ടികൾ വീട്ടിൽ കൊണ്ടുപോകുള്ളൂ. മാക്സിമം 2 ബുക്ക് അല്ലെങ്കിൽ 3 ബുക്ക്. വെയ്റ്റ്ലെസ് ബാഗ്, മാക്സിമം ½ കിലോ കൂടുതൽ ബാഗ് ഉണ്ടാകാൻ പാടില്ല. അത് സ്കൂളിൻ്റെ റൂളായിരുന്നു. അന്ന് ഈ നമ്മൾ പുതിയ കൺസെപ്റ്റ് വച്ചപ്പോൾ തന്നെ ഒരു പ്രതിസന്ധി ഉണ്ടായില്ല. ഓൾ പാരൻസ് അക്സെപ്റ്റഡ് അവർ കൺസെപ്റ്റ് വെരി വെൽ. നമുക്ക് ഒരാളെ പോലും കൺവിൻസ് ചെയ്യേണ്ടി വന്നില്ല. കാരണം നമ്മൾ പറയുന്നത് 3:30 മണി വരെയും കുട്ടികൾ സ്കൂളിലിരിക്കും. ഞങ്ങളുടെ ഹോംവർക്ക്, ഞങ്ങളുടെ ട്യൂഷൻ്റെ പ്രോഗ്രാംസ് എല്ലാം സ്കൂളിൽ കവർ ചെയ്യും. അതുമാത്രമല്ല, ഇപ്പോൾ കുട്ടികൾ 1:30 മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങിയാൽ മിനിമം ഒരു 2 മണിക്കൂർ ബസ്സിലിരുന്നാലേ വീട്ടിലെത്തുള്ളൂ. എല്ലായിടത്തും ട്രാഫിക് ജാം ആയിരിക്കും. അപ്പോൾ ഞാൻ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ ആ സമയത്ത് കുട്ടികളെ ബസ്സിലിരുത്തി വീട്ടിൽ 2 മണിക്കൂർ ഇരുന്നാലും ഭേദം 2 മണിക്കൂർ സ്കൂളിൽ എക്സ്ട്രാ ഇരുത്തി അവരുടെ പഠിക്കേണ്ട കാര്യങ്ങളെല്ലാം പഠിപ്പിച്ച് വിട്ട് കഴിഞ്ഞാൽ അവർക്ക് സുഖമായിട്ട് വീട്ടിലെത്തിയ പിന്നെ ദേ ക്യാൻ ഡു മെനി അതർ ആക്ടിവിറ്റീസ്. ഭാരതീയ സംസ്കാരവും മൂല്യങ്ങളും മാർഗനിർദ്ദേശങ്ങളും അച്ചടക്കവും അതുതന്നെയാണ് ഭവൻസ് ലക്ഷ്യമിടുന്നത്. ഇന്നത്തെ കാലത്തിൻ്റെ വെല്ലുവിളികളും കുട്ടികളിൽ കാണുന്ന തെറ്റായ പ്രവണതകൾക്കും തുടക്കത്തിൽ കണ്ടെത്തി പറഞ്ഞ് മനസ്സിലാക്കി ശരിയായ ദിശയിലേക്ക് നയിക്കാൻ ഭവൻസ് കഴിവുള്ള സ്ഥാപനമാണെന്നതിൽ അഭിമാനിക്കുന്നതായി രാമചന്ദ്ര മേനോൻ പറഞ്ഞു. ഭവൻസ് എന്ന് പറയുന്നത് നമ്മളിവിടെ ആദ്യം കൊണ്ടുവരുന്ന ഇന്ത്യൻ കൾച്ചർ, ഇന്ത്യൻ ട്രഡീഷൻസ്, ഇന്ത്യൻ വാല്യൂസ് അത് കുട്ടികളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. അത് ആദ്യകാലങ്ങളിൽ നമ്മൾ നല്ലവണ്ണം വളരെ സക്സസ്ഫുള്ളായിട്ട് ചെയ്തിട്ടുണ്ട്. അന്നത്തെ കുട്ടികൾ വളരെ ഈസി. 2006, 7, 8, 9, 10, 11, 12 വരെയുള്ള കുട്ടികൾ വി കുഡ് ഈസിലി കൺട്രോൾ ദം. ഇപ്പോഴത്തെ കുട്ടികൾ അതല്ല. ദേ ആർ ഓപ്പൺ ടു ദ വേൾഡ് മച്ച് മോർ ദാൻ മേ ബി ആഫ്റ്റർ കോവിഡ്. അവർക്ക് മോർ എക്സ്പോഷർ വന്നു. അപ്പോൾ കുട്ടികൾക്ക് അവർക്ക് പോലും എനിക്കൊരു വാല്യൂ വേണം, ഞാൻ പുറത്തിറങ്ങിയാൽ ഐ ഷുഡ് ബി സംബഡി ഡിഫറെൻ്റ് എന്നുള്ളത്, അല്ലെങ്കിൽ ഡിഫറെൻ്റ് ഇൻ എ ബെറ്റർ വേ എന്നുള്ളത് കുട്ടികൾക്ക് തോന്നലില്ല. ഐ ഷുഡ് ബി സംബഡി ഡിഫറെൻറ്റ് ഇൻ എ ഡിഫറെൻറ്റ് വേ. അതിനാണ് ഇപ്പോൾ പിള്ളേരിപ്പോൾ
6ാം ക്ലാസ് മുതൽ വേപ്പിംഗ് സ്റ്റാർട്ട് ചെയ്യണു. അപ്പോൾ അങ്ങനെയുള്ള പല ഇഷ്യൂസും ഇപ്പോഴത്തെ കുട്ടികൾക്കുണ്ട്. എന്നാലും നമ്മൾ സ്കൂളിൽ സംബന്ധിച്ചോ നമ്മൾ കേസുകളെല്ലാം നമ്മൾ അവിടെ വെച്ച് തന്നെ പിടിച്ച് അവിടെ വെച്ച് തന്നെ കൺട്രോൾ ചെയ്ത് ആൻഡ് വി ആർ സ്റ്റോപ്പിംഗ് ഇറ്റ് വെർ എവർ വി ക്യാൻ. അതിപ്പോഴും നടക്കുന്നത് ഓൺലി സ്കൂൾ ഇൻ കുവൈറ്റ് ഓർ എൽസ്വെയർ ഈസ് ഓൺലി ഭവൻസ്. ഒറ്റ രാജ്യത്തു നിന്നുള്ളവരല്ല ഭവൻ സ്കൂളുകളിലേക്ക് പഠനത്തിനായി എത്തുന്നവർ. വിവിധ രാജ്യങ്ങളിലെ പല സംസ്കാര പരിധികളിൽ നിന്നുള്ള കുട്ടികൾ ഇവിടെ ഒന്നിക്കുന്നു. എന്നാൽ എല്ലാവർക്കും ഒരേ ആഗ്രഹം: ഇന്ത്യയുടെ മൂല്യങ്ങളിലൂന്നിയ വിദ്യാഭ്യാസവും ശാസനാപരവും ആത്മസംയമനപരവുമായ ജീവിത പാഠങ്ങളും. അതിനാലാണ് അവർ ഭവൻസിനെ തിരഞ്ഞെടുക്കുന്നത്. നമുക്ക് പാകിസ്ഥാനീസ് ഉണ്ട്, ബംഗ്ലാദേശ് ഉണ്ട്, ശ്രീലങ്കൻസ് ഉണ്ട്. ഇതാണ് മെയിൻലി നമ്മുടെ ഇതായിട്ടുള്ള സ്റ്റുഡൻറ്റ് പോപ്പുലേഷൻ്റെ ഒരു മിക്സ് എന്ന് പറയുന്നത്. എല്ലാവരും ഇവിടെ വരുന്നില്ല, അവർക്ക് അവരുടേതായിട്ട് സ്കൂളുണ്ട്. ഇവിടെ വരുന്നത് സെലക്റ്റീവ് പാരൻസാണ്. ആ സെലക്റ്റീവ് പാരൻസ് ഹു വാണ്ട് എ ബെറ്റർ എഡ്യൂക്കേഷൻ ആൻഡ് ഹു വാണ്ട് എ ബെറ്റർ ഡിസിപ്ലിൻ, അങ്ങനത്തെ കുട്ടികളൊക്കെ വരുന്നത്. ശ്രീലങ്കൻസ് ആയാലും പാകിസ്ഥാനീസ് ആയാലും മറ്റേ ബംഗ്ലാദേശീസ് ആയാലും അവർ പറയുന്നത് വി നീഡ് ഇന്ത്യൻ വാല്യൂസ്. അതുമാത്രമല്ല ഇപ്പോഴുള്ള പാരൻസ്, ഇപ്പോൾ പാകിസ്ഥാനിയും ബംഗ്ലാദേശി എല്ലാം എനിക്കറിയുന്ന എൻ്റെ ഫ്രണ്ട്സ് തന്നെയാണ് ഇവരെല്ലാം. കുറേ 100-200 കുട്ടികൾ നമുക്കുണ്ട്. ഈ കുട്ടികളുടെ പാരൻസ് എല്ലാം എനിക്കറിയുന്നതാണ്. അവർ പറയുന്നത് വി നീഡ് ഇന്ത്യൻ വാല്യൂസ്. ഒരു വർഷത്തിൽ ഒരു പുതിയ സ്കൂളെന്ന ലക്ഷ്യത്തോടെ തുടങ്ങിയ യാത്ര ഇന്ന് മിഡിൽ ഈസ്റ്റിൻ്റെ വിവിധ രാജ്യങ്ങളിൽ മൂല്യധന്യമായ വിദ്യാഭ്യാസത്തിന് മാതൃകയായിരിക്കുന്നു. ഭവൻ സ്കൂളുകളിൽ നിന്ന് പഠിച്ചിറങ്ങിയ ഓരോ വിദ്യാർത്ഥിയുടെയും മനസ്സിൽ മറവില്ലാത്ത ഐഡൻറ്റിറ്റിയാണ് ഭവൻസ്. ലോകത്തിൻ്റെ ഏത് കോണിലായാലും അവർക്ക് നൽകിയ വളർച്ചയും മൂല്യങ്ങളും അഭിമാനമായി അവരെ ഭവൻ സ്റ്റുഡൻസ് എന്ന പേരിൽ തിരിച്ചറിയുന്നു. അവിടെ നിന്നാണ് ഭവൻസിൻ്റെ യഥാർത്ഥ മഹത്വം ഉദ്ഭവിക്കുന്നത്. 2010 മുതൽ 15 വരെ എടുക്കുകയാണെങ്കിൽ കോവിഡിൻ്റെ കൊല്ലങ്ങൾ കഴിഞ്ഞാൽ നമ്മൾ ഓൾമോസ്റ്റ് എവറി ഇയർ ഒരു സ്കൂൾ വെച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. കാരണം 2010 വരെ ഞാൻ സ്കൂളിൽ മാത്രമായിരുന്നില്ല ഫോക്കസ് ആയിരുന്നത്. ഐ ഹാഡ് ഡിഫറെൻറ്റ് ആക്ടിവിറ്റീസ് ഓൾസോ. സോ അതുകൊണ്ട് അങ്ങനെ ഒരു ഇത് വന്നു. 2010 എൻ്റെ മോനിൻ്റെ കൂടെ വന്നു. സോ ഹി വാസ് എ സപ്പോർട്ട് ഫോർ മീ. അത് കഴിഞ്ഞിട്ട് മോള് കൂടെ വന്നു. സോ ഐ ഹാഡ് ആക്ച്വലി ഫുൾ ബാക്കപ്പ്. അതുകൊണ്ട് വി സ്റ്റാർട്ടഡ് ബിൽഡിംഗ് അപ്പ് എവറി ഇയർ വൺ സ്കൂൾ. ഇപ്പോഴും അബുദാബിയിൽ പുതിയ ബിൽഡിംഗ് വരുന്നു, പുതിയ സ്കൂൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അബുദാബി. അത് കഴിഞ്ഞാൽ ഉടനെ ആ ലൈനിൽ വേറെ ഒന്ന് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. സോ എവറി ഇയർ വിൽ ഹാവ് വൺ സ്കൂൾ വിൽ ബി കംപ്ലീറ്റിംഗ്. ഇപ്പോൾ നമ്മുടെ സ്കൂളിലെ കുട്ടികൾ എവിടെയായാലും ബഹ്റൈനിലായാലും UAE-യിലായാലും പാരൻസ് പറയുന്നത് നമ്മുടെ കൾച്ചർ സ്കൂളിലെ കുട്ടികൾക്ക് ദേ ഹാവ് ഡിഫറെൻറ്റ് കൾച്ചർ. അവർ ഏത് ഗ്രൂപ്പിൽ പോയാലും ഭവൻസിലെ കുട്ടികളെ വിൽ ബി ഓൾവേസ് ഐഡൻറ്റിഫൈഡ് ആസ് ദെയർ ഭവൻസ് ചിൽഡ്രൻ എന്നുള്ളത്. ഏത് ഗ്രൂപ്പിൽ പിള്ളേർ പോയാലും ഈ കുട്ടികളുടെ ഡിസിപ്ലിനോ അല്ലെങ്കിൽ ഈ കുട്ടികളുടെ ഇൻവോൾവ്മെൻറ്റോ കണ്ടു കഴിഞ്ഞാൽ മറ്റേ പാരൻസ് നമ്മുടെ പാരൻസിന് ചോദിക്കുന്നത് കുട്ടികൾ ഭവൻസിലാണ് പഠിക്കണില്ലെന്നോ. അപ്പോൾ അങ്ങനത്തെ ഒരു ചേഞ്ച് എന്ന് പറയുന്നത് കുട്ടികളിൽ തന്നെ വന്നിട്ടുണ്ടെങ്കിൽ ദർ ഇസ് എ ബിഗസ്റ്റ് സക്സസ് ഐ ക്യാൻ ക്ലെയിം. ഇത് കുട്ടികളുടെ ആസ്വാദന കാലം മാത്രമല്ല, നിർമ്മാണത്തിൻ്റെ സമയം കൂടിയാണ്. ലോകത്തെ നേരിടാനാകുന്ന മാനസികവും ശാരീരികവുമായ കരുത്ത് ഈ പ്രായത്തിൽ തന്നെയാണ് ഉണ്ടാകേണ്ടത്. അവരെ ലേസികളാകാൻ പ്രോത്സാഹനം നൽകുന്ന വിധത്തിൽ മാതാപിതാക്കൾ പെരുമാറരുത്. ഈ കാലഘട്ടത്തിൽ മാക്സിമം ഹാർഡ് വർക്ക് ചെയ്യാൻ അവർക്ക് പ്രചോദനം നൽകുക. അത് പരീക്ഷാഫലത്തിന് വേണ്ടിയല്ല, ജീവിതത്തിൻ്റെ ഭിത്തികൾ ഇപ്പോഴാണ് പണിയപ്പെടുന്നത്, അദ്ദേഹം പറഞ്ഞു. കുട്ടികൾ ഒരിക്കലും ലേസി ആയി പോകരുത്. ആ ലേസി ആവാനായിട്ട് പാരൻസ് ഒരിക്കലും എൻകറേജ് ചെയ്യരുത്. ഈ കുട്ടികളെന്ന് പറഞ്ഞാൽ ഒരു 20 വയസ്സ് വരെയും കുട്ടികൾക്ക് മാക്സിമം ദേ ക്യാൻ വർക്ക് ആൻഡ് ദേ ക്യാൻ ടേക്ക് എനി പ്രഷർ. ഇപ്പോൾ നമ്മൾ 2 പരീക്ഷ ഒരു ദിവസം വെച്ചാൽ പാരൻസ് അപ്പോൾ ഒന്ന് പറയുമോ കുട്ടികൾ അണ്ടർ പ്രഷർ, കുട്ടികൾക്ക് അതുണ്ട് ഇതുണ്ട്, ദേ ക്യാൻ ഡു ഇറ്റ്. ഞാൻ വൈ 2 പരീക്ഷ എന്ന് പറഞ്ഞാൽ നമ്മൾ 2 ക്ലാസ്സിൻ്റെ 20 മിനിറ്റ് 30 മിനിറ്റാണ് ഒരു പേപ്പർ കൊടുക്കുന്നത്. ആ പേപ്പറിന് കുട്ടിക്ക് പ്രഷർ എന്ന് പറഞ്ഞാൽ വൈ ഷുഡ് ബി എൻകറേജ് ദാറ്റ്? വി നോ ഹൗ മച്ച് ദേ ക്യാൻ ടേക്ക് ആൻഡ് ദേ ഹാവ് ടു ടേക്ക് ദ മാക്സിമം അപ് ടു ഏജ് 20. അവർക്ക് വേറെ ഒന്നും വറി ചെയ്യാനില്ല. അത് കുട്ടികളെ എൻകറേജ് ചെയ്യുക, അത് കുട്ടികളെ മനസ്സിലാക്കുക, അത് കുട്ടികളെ കൊണ്ട് പ്രഷർ എടുപ്പിക്കുക. എന്നാലേ കുട്ടികൾക്ക് അടുത്ത കാലങ്ങളിൽ ജീവിതത്തിലേക്ക് ഉള്ള പ്രഷർ മാനേജ് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ പറ്റില്ല അവർക്കത്. ഇറ്റ്സ് ഇമ്പോസിബിൾ. കാരണം ഇന്നത്തെ കാലത്ത് ജീവിക്കണമെങ്കിൽ എന്തോരം പ്രഷർ എടുത്താലും ജീവിക്കാൻ പറ്റുള്ളൂ. ആ പ്രഷർ ഇപ്പോഴേ മുതൽ എടുത്ത് പഠിച്ചാൽ മാത്രമേ
ആ പ്രഷറിലേക്ക് അവർക്ക് എത്താൻ പറ്റുള്ളൂ. ഒരു വ്യക്തി മാറിയാൽ സമൂഹം മാറും. അതിൻ്റെ മികച്ച ഉദാഹരണമാണ് രാമചന്ദ്ര മേനോൻ. പ്രവാസ മേഖലയിൽ ഒരു ദൂതനായ അദ്ദേഹത്തിൻ്റെ സംഭാവനകൾ ഇന്ത്യൻ സമൂഹത്തിനും ഭാവി തലമുറയ്ക്കും താങ്ങായിത്തീരുന്നു. ലക്ഷക്കണക്കിന് കുട്ടികൾക്ക് ഭാവി സൃഷ്ടിച്ച മഹത്തായ പ്രതീകം. ദിസ് ഈസ് നോട്ട് ജസ്റ്റ് എ കരിയർ, ഇറ്റ്സ് എ ലെഗസി. ന്യൂസ് അപ്ഡേറ്റ്. ചൂടേറിയ വേനൽക്കാലത്ത് കുളിരു പകരാൻ ലുലുവിന്റെ സെലിബ്രേഷൻ മോഡ് ഓണായി. വൻ ഓഫറുകളുമായാണ് ലുലു സമ്മർ സർപ്രൈസ് ആരംഭിച്ചിരിക്കുന്നത്. വേനൽക്കാലം തണുപ്പിച്ചു മാറ്റാൻ ആകർഷകമായ ഡീലുകൾ, മത്സരങ്ങൾ, മറ്റ് വിനോദങ്ങളുമാണ് ഷോപ്പേഴ്സിനെ കാത്തിരിക്കുന്നത്. വേനൽക്കാല ഷോപ്പിംഗിന്റെ ആവേശമുയർത്തി ലുലു ഹൈപ്പർ മാർക്കറ്റ് സമ്മർ സർപ്രൈസ് എന്ന പേരിൽ പ്രമോഷൻ ആരംഭിച്ചു. ഈ മാസം 8 വരെ നീളുന്ന ഈ പ്രത്യേക പ്രമോഷനിലൂടെ ഏറ്റവും കൂടുതൽ കസ്റ്റമർമാരെ ആകർഷിക്കുവാൻ ലക്ഷ്യമിടുന്ന ലുലു ഗ്രൂപ്പ് വിലക്കുറവുകളും ഉപഭോക്തൃ അനുഭവങ്ങൾക്കും പ്രാധാന്യം നൽകുന്ന വൈവിധ്യമാർന്ന ഓഫറുകളാണ് ഒരുക്കിയിരിക്കുന്നത്. തണ്ണിമത്തൻ, പച്ചക്കറികൾ, പഴങ്ങൾ, പാനീയങ്ങൾ, യാത്രാ സാമഗ്രികൾ, എയർ കണ്ടീഷണറുകൾ, ഹോം അപ്ലയൻസുകൾ തുടങ്ങി വൈവിധ്യമാർന്ന വിഭാഗങ്ങളിലായി വിലക്കുറവുകൾ ലഭ്യമാണ്. ലെമൺ ഫെസ്റ്റ് എന്ന പേരിൽ തണ്ണിമത്തനും അതുമായി ബന്ധപ്പെട്ട ഉൽപ്പന്നങ്ങൾക്കായി പ്രത്യേക ഡിസ്കൗണ്ട് സെഷനുകളും ഒരുക്കിയിട്ടുണ്ട്. തണുപ്പ് പകരുന്ന പാനീയങ്ങൾക്കായി സിപ്പിൻ ടു സമ്മർ, ആരോഗ്യ മുൻഗണനയ്ക്കായി ഹെൽത്തി ഈറ്റ്സ് വിഭാഗത്തിൽ സാലഡുകളും വേനൽക്കാല വിശേഷ ഭക്ഷണക്രമവും സമ്മർ സർപ്രൈസിന്റെ സവിശേഷതകളാണ്. ഓഫറുകൾ മാത്രമല്ല, കുടുംബസമേതം സന്ദർശിക്കുന്നവർക്കായി വിവിധ മത്സരങ്ങളും വിനോദ പരിപാടികളും ഒരുക്കിയിട്ടുണ്ട്. കുട്ടികൾക്കും മുതിർന്നവർക്കുമായി മത്സരങ്ങളും ഗെയിമുകളും പ്രത്യേക ആകർഷകമാണ്. വസ്ത്രവിഭാഗത്തിൽ ബൈ 2 ഗെറ്റ് 1 ഫ്രീ പോലുള്ള ഓഫറുകൾ, എയർ കണ്ടീഷണറുകൾക്കും കൂളറുകൾക്കും പ്രത്യേക ഡീലുകളോടൊപ്പം സൗജന്യ ഡെലിവറിയും ഇൻസ്റ്റാളേഷനും ഉൾപ്പെടുന്ന സേവനങ്ങളും ലഭ്യമാണ്. വേനൽക്കാല ഷോപ്പിങ്ങിന് താങ്ങാനാവുന്ന വിലയിൽ ആസ്വാദ്യകരമാക്കുക എന്നതാണ് പ്രമോഷന്റെ ലക്ഷ്യം. ഓരോ കുടുംബാംഗത്തിനും പുതു അനുഭവം പകരുന്ന വിധത്തിലാണ് ലുലു സമ്മർ സർപ്രൈസ് ഒരുക്കിയിരിക്കുന്നത്. സാരഥി കുവൈറ്റിന്റെ 26ാം വാർഷികം സാരഥിയം 2025 ആഘോഷ പ്രവർത്തനങ്ങൾക്ക് തുടക്കമായതായി ഭാരവാഹികൾ അറിയിച്ചു. പ്രസിഡന്റ് MP ജിതേഷ് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ജനറൽ കൺവീനർ മഞ്ജു സുരേഷ് പരിപാടിയെക്കുറിച്ച് വിശദീകരിച്ചു. വിവിധ കമ്മിറ്റി പ്രവർത്തനങ്ങളെക്കുറിച്ച് കൺവീനർമാരായ മുരുകദാസ്, സുരേഷ് ബാബു, അരുൺ സത്യൻ, സൈഗാൾ സുശീലൻ എന്നിവർ വിശദീകരിച്ചു. ചടങ്ങിൽ സാരഥിയം 2025 പോസ്റ്ററിന്റെ പ്രകാശനവും നടന്നു. IMCC ബദർ മെഡിക്കൽ സെന്ററിന്റെ സഹകരണത്തോടെ സംഘടിപ്പിക്കുന്ന മെഡിക്കൽ ക്യാമ്പിന്റെ പോസ്റ്റർ പ്രകാശനം ചെയ്തു. ബദർ മെഡിക്കൽ സെന്റർ കൺട്രി ഹെഡ് അഷ്റഫ് അയ്യൂർ സലാം കള്ളനാടിന് നൽകിയാണ് പ്രകാശനം നിർവഹിച്ചത്. 11-ാം തീയതി രാവിലെ 7 മുതൽ 12 വരെ ഫർവാനിയ ബദർ മെഡിക്കൽ സെന്ററിലാണ് ക്യാമ്പ് നടക്കുന്നത്. BP, ബ്ലഡ് ഷുഗർ, ക്രിയാറ്റിൻ, ലിവർ ഫംഗ്ഷൻ ടെസ്റ്റ്, കൊളസ്ട്രോൾ ടെസ്റ്റ്, ഡോക്ടർ കൺസൾട്ടേഷൻ തുടങ്ങിയവ സൗജന്യമായി മെഡിക്കൽ ക്യാമ്പിലൂടെ ലഭിക്കും. IMCC നേതാക്കളായ സത്താർ കുന്നിൽ, ഹമീദ് മധൂർ തുടങ്ങിയവർ ചടങ്ങിൽ സന്നിഹിതരായിരുന്നു. ഓവർസീസ് NCP കുവൈറ്റ് രാഷ്ട്രീയ മാതൃശക്തി ദിവസ് സംഘടിപ്പിച്ചു. ട്രഷറർ ബിജു സ്റ്റീഫൻ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ പ്രസിഡന്റ് ജീവ്സ് എരിഞ്ചേരി അധ്യക്ഷത വഹിച്ചു. ചടങ്ങ് NCP SP ഓവർസീസ് സെൽ ദേശീയ അധ്യക്ഷനും പ്രവർത്തക സമിതി അംഗവുമായ ഫ്രാൻസിസ് ഉദ്ഘാടനം ചെയ്തു. മാതൃശക്തി ദിവസ് പ്രമേയം വനിതാവേദി കൺവീനർ ദിവ്യ അവതരിപ്പിച്ചു. വൈസ് പ്രസിഡന്റുമാരായ സണ്ണി മിറാൻഡ, പ്രിൻസ് കൊല്ലപ്പിള്ളി എന്നിവർ സംസാരിച്ചു. പ്രതീക്ഷ ഇന്ത്യൻ അസോസിയേഷൻ കുവൈറ്റ് അബ്ബാസിയ യൂണിറ്റിന് പുതിയ ഭാരവാഹികളായി ദിലീപ് മിറാൻഡ കൺവീനറായും സെക്രട്ടറി VA കരീമിനെയും ട്രഷററായി യോഗേഷ് നായരെയും തെരഞ്ഞെടുത്തു. വനിതാവേദി കുവൈറ്റിന്റെ കലാ സാംസ്കാരിക പരിപാടികളുടെ ഭാഗമായി പൊതുപരിപാടി സംഘടിപ്പിച്ചു. പ്രസിഡന്റ് അരീഫ ബീബി അധ്യക്ഷത വഹിച്ച യോഗം അഷ്റഫ് കാളത്തോട് ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ വനിതാവേദിയുടെ ലോഗോ പ്രകാശനം അഖില ആൻവി നിർവഹിച്ചു. സെക്രട്ടറി സീന നൌഫൽ, ഷാജിദ, വട്ടിയൂർക്കാവ് കൃഷ്ണകുമാർ, മുബാറക് കാമ്പ്രത്, വിഭീഷ് തിക്കോടി, ജോയി അജ്മൽ തുടങ്ങിയവർ സംസാരിച്ചു. ട്രഷറർ സജീന നന്ദി പറഞ്ഞു.
കലാസദൻ കുവൈറ്റ് നാടകോത്സവം സംഘടിപ്പിച്ചു. അനീഷ് അടൂർ അധ്യക്ഷനായ ചടങ്ങിൽ സാംസ്കാരിക പ്രവർത്തകൻ ബാബുജി ബത്തേരി ഉദ്ഘാടനം ചെയ്തു. നിക്സൺ ജോർജ്, വട്ടിയൂർക്കാവ് കൃഷ്ണകുമാർ, ജിഷ ജിഗു, അനൂപ് മാറ്റത്തൂർ തുടങ്ങിയവർ സംസാരിച്ചു. തലമുറകളുടെ ഭാരം, ഒറ്റയാൻ നാടകം, ഹിഡൻ എനിമി, ഇശൽ ബാൻഡ് അവതരിപ്പിച്ച മുട്ടിപ്പാട്ട് തുടങ്ങിയവയും അരങ്ങേറി. Hello viewers, welcome to KQ Matters 2024 organized by Pavan's Indian Educational School Kuwait. Today in this quizzing compact we have the category of grade 9s to 12. Once again welcome to KQ Matters 2024 where knowledge reigns supreme. Now we go to the fourth round. Let's have some entertainment. First question in this segment is to Team A. This is from the movie Jurassic Park. In this film, many different types of dinosaurs are acting. Identify the theropod dinosaur shown in the given picture, which appears throughout the Jurassic World trilogy and is commonly known as Rexy among fans. Give its scientific name. Rexy, what is its scientific name? Tyrannosaurus Rex. Have you watched Jurassic Park series, the movies? Your answer is very, very correct. You get 10 points. Well done, Team A. Next question. So you know what is Google Doodle. You can take a look at this good doodle. This was the logo that appeared in Google search engine. Identify the important day observed for this logo to appear. This doodle appeared on a special day, for observing a special day. Time started, 25 seconds remaining. Is it World Environment Day? Sorry, your answer is wrong. It is the World Earth Day 2024. Very close, but the answer is wrong. The correct answer is the World Earth Day 2024. Next question to Team C. Your question, again based on a movie. In the movie The Martian, the main character, Mark Wanty, grows potatoes to survive on Mars. What essential scientific principle does he use to cultivate the crops in Martian soil? It's based on a movie. You can see the picture. The scientific principle. 20 seconds remaining. Time is over. Yeah. Is it Yeah. moisture? Moisture. Moisture. Sorry, the answer is wrong. Very, very popular term. It is something related to botany. No. Your chance is over. Okay. Now I'm just giving the point, the correct answer. The correct answer is photosynthesis. Team D? Yeah. Your question is ready. Outbreak is a 1995 American medical disaster film directed by Wolfgang Peterson. In this movie, they showed a fictional virus. What is the name of the virus mentioned in the movie? A fictional virus mentioned in the movie. An American movie directed by Peterson. Yep. The Wolverine virus. Could you repeat? The Wolverine A bit louder. virus. The Wolverine virus. Sorry, the answer is wrong. The correct answer is Ebola virus. Ebola virus. Yeah. So now we go to the second round of this segment, entertainment. Starting with Team A. Team A, your question is ready. It is going to be based on a movie, an Indian movie. Yeah. The movie Tare Zameen Par explores the life and imagination of Ishan, an artistically gifted 8-year-old boy whose poor academic performance leads his parents to send him to a boarding school where a new teacher named Nikum identifies a disorder in Ishan. Name the disorder. Can you identify it? Can you Autism. Autism? Can you be specific? No. Okay. Your answer is wrong. The correct answer is starting with D. Any guess? The correct answer is dyslexia. Dyslexia.
Next question number 2 in round 2 to Team B. Team B, based on a family is at the movie theater and one child seated at the back side of the theater has difficulty seeing the movie clearly. What eye defect might the child be experiencing? Movie theater, one child can't see the screen properly. Where is the child seated? At the back side of the theater. Can you guess? Can you give the correct answer? Or can you guess? Yeah. 18 seconds remaining. Hypermetropia. Could you repeat? Hypermetropia. Sorry, your answer is wrong. The correct answer is nearsightedness or myopia. Next is again based on an Indian movie. Ready? Do you watch Hindi movies? Indian movies? Okay, now I think you will easily answer the question. So, here is the question. So, Pa is a 2009 Indian Hindi language comedy drama film directed by R. Balki, starring Amitabh Bachchan, Abhishek Bachchan and Vidya Balan. Oro is an intelligent and witty 12-year-old boy with an extremely rare genetic disorder. Mentally he is 12 and very normal, but physically he looks 5 times older. Name the genetic disorder. Can you name the genetic disorder? You can see the boy. One is Abhishek Bachchan, the other one is Amitabh Bachchan. Can you identify Amitabh Bachchan in the picture? Yeah. But can you name the genetic disorder the character suffers? Cerebral palsy. Sorry, your answer is incorrect. The correct answer is progeria syndrome. Progeria syndrome, the correct answer. Last question of the segment is to Team D. Again, a movie based. You have to identify the movie and the director. Identify the movie and the director. You have to give both the answers to get 10 points. No partial marking. The movie and the director. Is it Avatar? Avatar. Sorry, your answer is wrong. The correct answer is The Extraterrestrial, directed by Steven Allen Spielberg. Yeah, that's the correct answer. 4 rounds are over. Now the results are ready. Let's check the results. Team A with 40 points, 40 points. Team B with 40 points. Team C 30 points. Team D 40 points. Now we have 3 teams leading the quiz. Team A, Team B and Team D with 40 points. Congratulations to all the contestants. കുവൈറ്റ് ജനത്തിൻ്റെ ഈ അധ്യായം ഇവിടെ പൂർണ്ണമാവുന്നു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി അടുത്ത ആഴ്ച വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.